Hello students, welcome to Easy Learning with Suvida. The period of revolution 1775 to 1783, American War of Independence, 1789 French Revolution, 1800 to 1825 Latin American Revolution, 1917 Russian Revolution, 1949 Chinese Revolution. Prepare a table including the names of the leaders of American War of Independence and their contributions. American War of Independenceലെ ലീഡേഴ്സും അവരുടെ കോൺട്രിബ്യൂഷൻസും, അതായത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ ഈ ലീഡേഴ്സിന് ഉണ്ടായിരുന്ന കോൺട്രിബ്യൂഷൻസ്, അവർ കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസും കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലീഡേഴ്സ്, മെയിൻ കോൺട്രിബ്യൂഷൻ എന്നിങ്ങനെ രണ്ട് കോളമായിട്ടാണ് ടേബിൾ തിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ജെയിംസ് ഓട്ടീസ് ആണ്. അദ്ദേഹത്തിൻ്റെ മെയിൻ കോൺട്രിബ്യൂഷൻ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന ഒരു സ്ലോഗനാണ്. നമുക്കറിയാം, രാഷ്ട്രീയത്തിൽ പങ്കാളിത്തമില്ലാതെ ടാക്സ് നൽകില്ല എന്നുള്ളൊരു സ്ലോഗനാണ്, ഒരു മുദ്രാവാക്യമാണ്. നെക്സ്റ്റ് വൺ തോമസ് പെയിൻ ആണ്. ദ പാംഫ്ലെറ്റ് ടൈറ്റിൽഡ് കോമൺ സെൻസ് എന്ന പേരിൽ ഒരു പാംഫ്ലെറ്റ് ഇറക്കിയത് തോമസ് പെയിൻ ആയിരുന്നു. ഇത് സാധാരണ ജനങ്ങൾക്ക് കുറച്ചുകൂടി തൻ്റെ അവകാശങ്ങളെ മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു പാംഫ്ലെറ്റ് ആയിരുന്നു. നെക്സ്റ്റ് ജോർജ് വാഷിങ്ടൺ, കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ കോണ്ടിനെൻ്റൽ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു. ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. കോണ്ടിനെൻ്റൽ ആർമിയുടെ ചീഫ് ആയിരുന്നുകൊണ്ട് തന്നെ അമേരിക്കൻ കോളനിയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം അമേരിക്കയുടെ ഫസ്റ്റ് പ്രസിഡൻ്റായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് ജോർജ് വാഷിങ്ടൺ ആയിരുന്നു. നെക്സ്റ്റ് വൺ തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പ്രിപ്പയർഡ് ദ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ അമേരിക്കൻ ഇൻഡിപെൻഡൻസിൻ്റെ ഒരു ഡിക്ലറേഷൻ എഴുതിയത് ഇവർ രണ്ടുപേരുമായിരുന്നു. നെക്സ്റ്റ് വൺ ജെയിംസ് മാഡിസൺ ഫ്രെയിംഡ് ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അമേരിക്കയുടെ ഭരണഘടന എഴുതിയത് ജെയിംസ് മാഡിസൺ ആണ്. ഇതാണ് ലീഡേഴ്സും അവരുടെ കോൺട്രിബ്യൂഷൻസും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേരിയസ് തിങ്കേഴ്സ് ഇൻ ഫ്രാൻസ് ഗവ് ഇൻസ്പിറേഷൻ ടു ദ പീപ്പിൾ ഫോർ ദ ബിഗിനിങ് ഓഫ് ദ റെവല്യൂഷൻ. ഹു വർ ദോസ് ഫിലോസഫേഴ്സ് ആൻഡ് വാട്ട് വർ ദെയർ ഐഡിയോളജീസ്? പ്രിപ്പയർ എ ചാർട്ട്. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ ജനങ്ങൾക്ക് കുറേ ഐഡിയാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഫിലോസഫേഴ്സും തിങ്കേഴ്സും ഒക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ വർക്കിലൂടെയും അതുപോലെ തന്നെ പല കാര്യങ്ങളിലൂടെയും അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഫിലോസഫേഴ്സിൻ്റെ ഐഡിയോളജീസ്, അവരുടെ ആ തോട്ട്സൊക്കെ കുറേ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണെന്നും അവരുടെ ഐഡിയോളജീസ് എന്തൊക്കെയാണെന്നാണ് ചാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫിലോസഫേഴ്സിലെ ഫസ്റ്റ് വൺ റൂസോയാണ്. റൂസോയുടെ ഐഡിയോളജി എന്ന് പറയുന്നത് സ്പെൽഡ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഫ്രീഡം വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീ ഈസ് ഇൻ ചെയിൻ. നെക്സ്റ്റ് വൺ ഡിക്ലെയർ ദാറ്റ് ദ പീപ്പിൾ ആർ ദ സോവറിൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ റൂസോയാണ്. റൂസോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രീഡത്തെക്കുറിച്ചുള്ള ഒരു കോട്ട് ഇതാണ്: മനുഷ്യൻ ജനിക്കുന്നത് സ്വതന്ത്രനായാണ്, പക്ഷേ അവൻ എല്ലായിടത്തും ചങ്ങലകളിലാണ് എന്നൊരു വലിയൊരു സന്ദേശം, തൻ്റെ തോട്ടിലൂടെ ജനങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ സാധിച്ച വ്യക്തിയാണ്. ഫ്രഞ്ച് റെവല്യൂഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിലോസഫറാണ് റൂസോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഡിക്ലറേഷനാണ് പീപ്പിൾ ആർ ദ സോവറിൻ. അദ്ദേഹം പറയുന്നത് ജനങ്ങളാണ് പരമാധികാരികൾ, ഏതൊരു രാജ്യത്തിൻ്റെയും പരമാധികാരം ജനങ്ങളിലാണ് കൈയാളേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങളാണ് ആ രാജ്യത്തിൻ്റെ പരമാധികാരി എന്ന് അദ്ദേഹം പറഞ്ഞു. അതും വളരെ വലിയ തോതിൽ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കാരണമായിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വോൾട്ടെയർ ആണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് റിഡിക്യൂൾഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി. നെക്സ്റ്റ് വൺ പ്രൊമോട്ടഡ് റാഷണൽ തിങ്കിങ്, ഐഡിയൽസ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഹ്യൂമനിസം. വോൾട്ടെയർ എപ്പോഴും ക്ലർജി എന്ന ഒരു പുരോഹിത വിഭാഗത്തിൻ്റെ ആ ഒരു ഡോമിനേഷൻ എപ്പോഴും എതിർക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം അതിനെ ശക്തമായി പ്രതിഷേധിച്ച വ്യക്തിയായിരുന്നു വോൾട്ടെയർ. നെക്സ്റ്റ് വൺ പ്രൊമോട്ടഡ് റാഷണൽ തിങ്കിങ്, അതായത് യാതൊരു വ്യത്യാസവുമില്ലാതെ, ഒരു വിധത്തിലുള്ള വ്യത്യാസവുമില്ലാതെ ജനങ്ങൾ ഒന്നാണെന്നുള്ളൊരു തിങ്കിങ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു. നെക്സ്റ്റ് വൺ ഇക്വാലിറ്റിയും ഹ്യൂമനിസവും ഒക്കെ, അതുപോലെ തന്നെ ജനങ്ങളിടയിൽ ഹ്യൂമനിസം, ഒരു മാനവികത ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഇക്വാലിറ്റി ഉണ്ടാക്കിയെടുക്കുക, അവിടെ ഒരു വ്യത്യാസമില്ലാതെ ജനങ്ങൾ ജീവിക്കുക എന്നുള്ളൊരു വലിയൊരു ആശയത്തിൻ്റെ പിന്നിലെ ഒരു ഫിലോസഫറായിരുന്നു വോൾട്ടെയർ. ഓക്കെ, അദ്ദേഹം ഇക്വാലിറ്റി അതുപോലെ തന്നെ ഫ്രീഡം അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തിയായിരുന്നു വോൾട്ടെയർ. നെക്സ്റ്റ് വൺ മോണ്ടെസ്ക്യൂ ആണ്.
അഡ്വക്കേറ്റഡ് ഡെമോക്രസി ആൻഡ് ദ റിപ്പബ്ലിക് ഫോം ഓഫ് ഗവൺമെൻറ്. മോണ്ടെസ്ക്യൂ എപ്പോഴും ഡെമോക്രാറ്റിക് വേൾഡ് ഓഫ് ഗവൺമെൻറ്റിനെയാണ് അദ്ദേഹം കൂടുതൽ പ്രൊമോട്ട് ചെയ്തത്. അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ ഗവൺമെൻറ്, ജനങ്ങളാണ് പരമാധികാരികളായിട്ടുള്ള ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെൻറ്റിനും ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിനും ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കൊടുത്ത വ്യക്തിയായിരുന്നു, ഫിലോസഫർ ആയിരുന്നു മോണ്ടെസ്ക്യൂ. നെക്സ്റ്റ് വൺ, സജസ്റ്റഡ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ഇൻറ്റു ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അതായത് ഭരണത്തിൻ്റെ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഒരു സുപ്രീം പവറായി ഒരെണ്ണം നിലനിൽക്കാതെ ഒരു കാര്യം മാത്രം ഒരു കേന്ദ്രത്തിൽ മാത്രം ഒതുങ്ങാതെ ഇങ്ങനെ നിയമത്തിൻ്റെ പല തട്ടുകൾ, അതായത് ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി എന്നിങ്ങനെ പല ഘട്ടങ്ങളിലായി നിയമനിർമ്മാണവും നിർവഹണവും കാര്യനിർവഹണവും ഒക്കെ നടക്കണമെന്ന് പ്രൊമോട്ട് ചെയ്ത അല്ലെങ്കിൽ അതിനെ സജസ്റ്റ് ചെയ്ത വ്യക്തിയാണ് മോണ്ടെസ്ക്യൂ. നമ്മളിപ്പോൾ നമ്മുടെ ഇന്ത്യയിലടക്കം കാണപ്പെടുന്ന ഈ ഒരു ഭരണത്തിൻ്റെ നിയമത്തിൻ്റെ പല ഘട്ടങ്ങൾ അല്ലെങ്കിൽ തട്ടുകൾ നേരത്തെ പ്രൊമോട്ട് ചെയ്ത അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്ത വ്യക്തിയായിരുന്നു ഫ്രഞ്ച് റവല്യൂഷനിലെ ഫിലോസഫർ ആയിട്ടുള്ള മോണ്ടെസ്ക്യൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രിപ്പയർ എ ടൈം ലൈൻ ഷോയിങ് ദ ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്സ് റിലേറ്റഡ് ടു ദ ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈം ലൈനാണിത്. ഓക്കെ, നിങ്ങൾക്ക് ഇയർ ചോദിച്ചിട്ട് ഏതെങ്കിലും ഇയർ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിച്ചാലും അല്ലെങ്കിൽ ടൈം ലൈൻ ചോദിച്ചാലും ഇത് എഴുതാവുന്നതാണ്. ഇയർ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ 1789 ജൂലൈ 20 ടെന്നീസ് കോർട്ട് ഓത്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ 1789 ജൂലൈ 14 ഡിസ്ട്രക്ഷൻ ഓഫ് ദ ബാസ്റ്റൈൽ പ്രിസൺ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ 1789 ഓഗസ്റ്റ് 12 ദ നാഷണൽ അസംബ്ലി പാസ്ഡ് ദ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ. അപ്പോൾ അന്നാണ് 1789 ഓഗസ്റ്റ് 12 നാഷണൽ അസംബ്ലി മനുഷ്യൻ്റെ അവകാശങ്ങളും സിറ്റിസൻ്റെ അവകാശങ്ങളും ഒക്കെ ഡിക്ലെയർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ 1789 ഒക്ടോബർ 5 വുമൺ മാർച്ച്ഡ് ടു ദ പാലസ് ഓഫ് വെർസലൈസ് ഷൗട്ടിംഗ് ദ സ്ലോഗൻ ഗീവ് അസ് ബ്രെഡ്. നമ്മൾ ഈ ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ ഓട്ടോക്രാറ്റിക് റൂളേഴ്സിൻ്റെ അടുത്ത് ജനങ്ങൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ 1789 ഒക്ടോബർ 5 എന്ന ഒരു ആ ഡേറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. കാരണം അന്നാണ് വെർസലൈസ് പാലസിലേക്ക് സ്ത്രീകളും കുട്ടികളുമായി മാർച്ച് ചെയ്ത് അവിടെ ചെന്നിട്ട് ഗീവ് അസ് ബ്രെഡ് എന്ന മുദ്രാവാക്യം വിളിക്കുകയും അതിന് തിരിച്ച് രാജ്ഞി പുച്ഛഭാവത്തിൽ മറുപടി കൊടുക്കുകയൊക്കെ ചെയ്ത് നമ്മൾ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് കണ്ടിട്ടുള്ളതാണ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. നെക്സ്റ്റ് വൺ 1792 സെപ്റ്റംബർ 22 ഫ്രാൻസ് ബിക്കെയിം എ റിപ്പബ്ലിക് ആസ് പെർ ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് ആണ്. 1792 സെപ്റ്റംബർ 22 ഫ്രാൻസ് ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷനുമായി റിപ്പബ്ലിക്കായി എന്ന് പ്രഖ്യാപിക്കുന്നത്, റിപ്പബ്ലിക് ആവുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രഞ്ച് റവല്യൂഷനിൽ ഇത്രയും ഡേറ്റ്സും നിങ്ങൾ വളരെ പ്രധാനമായും പഠിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ ദ കോസസ് ഓഫ് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ വിത്ത് ദാറ്റ് ഓഫ് ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. ഓക്കെ, ഇവിടെ ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷനും അതുപോലെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കോസസിനെ കമ്പയർ ചെയ്തിട്ടാണ് ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫുള്ള് വായിക്കാം. It was a rebellion made by the English settlers in America against their mother country in England. The colonies were turned into market for collecting the raw materials for the English industries as market for selling their products. The trade done by the colonies were limited only with England. Local people were exploited. Next, Latin American Revolution. The colonial people revolted against the domination of the imperial powers of the Spain and Portugal. The imperialists took away gold, silver, etc. from the Latin American mines. Never allowed the people of the colonies to produce goods made in Spain. Never allowed the people of the colonies to trade with countries other than Spain. Local people had to work in mines under hazardous environment. Enslaved in native to work in plantations. Next question, the name of some persons who are related to the revolutions in the world are given below. Find out the contributions of each of them. Okay, താഴെ കുറച്ച് വ്യക്തികൾ ലോകത്ത് മുഴുവൻ നടന്നിട്ടുള്ള റെവല്യൂഷൻസിൽ അവർ കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അവരുടെ പേരുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒക്കെ നമുക്ക് നോക്കാം. പേഴ്സൺ
ഫസ്റ്റ് വൺ ജോൺ ലോക്ക് ആണ്, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. ഇംഗ്ലീഷ് തിങ്കർ. എവരി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്, നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം എന്ന അദ്ദേഹത്തിൻ്റെ സ്ലോഗനാണ്, അദ്ദേഹത്തിൻ്റെ തോട്ടാണ്. തോമസ് പെയിൻ നെക്സ്റ്റ് വൺ, ഇംഗ്ലീഷ് തിങ്കർ. ദർ ഈസ് സംതിങ് അബ്സേർഡ് ഇൻ സപ്പോസിങ് എ കോണ്ടിനെൻറ്റ് നോർത്ത് അമേരിക്ക ബി പെർപെൻച്വലി ഗവേൺഡ് ബൈ എ ഫോറിൻ പവർ ഇംഗ്ലണ്ട്. ഓക്കെ, അപ്പോൾ അമേരിക്ക പോലെയുള്ള ഒരു കോണ്ടിനെൻറ്റിനെ ഇംഗ്ലണ്ട് പോലെയുള്ള ഒരു ഫോറിൻ പവർ ഭരിക്കുക എന്നത് അബ്സേർഡാണ്, അസംബന്ധമാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് തോമസ് പെയിൻ. നെക്സ്റ്റ് വൺ വോൾട്ടയർ, ഫ്രഞ്ച് തിങ്കറാണ്. റിഡിക്യൂൾ ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി, എൻകറേജ്ഡ് ലോജിക്, ഇക്വാലിറ്റി ആൻഡ് ഹ്യൂമനിസം. നെക്സ്റ്റ് വൺ റൂസോ, ഫ്രഞ്ച് തിങ്കർ. സ്റ്റേറ്റ് ദാറ്റ് മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീ ഈസ് ഇൻ ചെയിൻസ്, ഡിക്ലെയർ ദാറ്റ് പീപ്പിൾ ആർ സോവറിൻ. Montesquieu, French thinker, encouraged democracy and republic, divided the government into law making, executive and judiciary. George Washington, the first president of the USA, elected as the commander-in-chief of the colonial army. Benjamin Franklin, one of the architects of the Declaration of Independence of America. Napoleon Bonaparte, ruler in France, enforced the ideas put forward by the French Revolution. Vladimir Lenin, leader of the Bolshevik party in Russia, organized revolt against the rule of Kerensky. October Revolution അദ്ദേഹത്തിൻ്റെ ഒരു പങ്കുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ Alexander Kerensky, leader of the Menshevik party in Russia, gave leadership to the February Revolution, gave leadership to the provisional government in Russia. Next one Sannyasin, organized revolt against the Manchu dynasty rule in China, put forward the ideas of nationalism, democracy and socialism. Chiang Kai-shek, leader of the Kuomintang party, became the ruler in China after the death of the Sannyasin. Mao Zedong, leader of the Chinese Communist Party, organized the Long March against the Kuomintang rule. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഓരോ ലീഡേഴ്സും അവരുടെ വേൾഡ് ഫുൾ ലീഡേഴ്സും അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉറപ്പായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ റെവല്യൂഷൻസ് ക്രിയേറ്റഡ് ഇറ്റ്സ് ഓൺ റിസൾട്ട്സ്, മേക്ക് എ ടേബിൾ അലോങ് വിത്ത് ദീസ് റിസൾട്ട്സ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറേ റെവല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻസ്, ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ ആൻഡ് ചൈനീസ് റെവല്യൂഷൻ. ഇതിനൊക്കെ കുറേ റിസൾട്ട്സ് ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ റെവല്യൂഷനാണ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. The American Continental Congress issued the famous Declaration of Independence on 4th July 1776 according to the Treaty of Paris in 1783. ഇതൊക്കെ ഈ ഡേറ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. England ratified the freedom of 13 colonies. Okay. Next one, French Revolution, the end of feudalism, the ideal of people's sovereignty, the emergence of nationalism, the growth of middle class, the ideals of liberty, ideas of liberty, equality and fraternity. ഓക്കെ, അപ്പോൾ ഈ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഈ ആഫ്റ്റർ എഫക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ തവണയും എക്സാമിന് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ. ബൈ 1825 almost all the Latin American colonies were liberated. എല്ലാ ലാറ്റിൻ അമേരിക്കൻ കോളനീസിനും സ്വാതന്ത്ര്യം ലഭിച്ചു. നെക്സ്റ്റ് വൺ റഷ്യൻ റെവല്യൂഷൻ. സീസ്ഡ് ദ ലാൻഡ് ഓൺഡ് ബൈ ദ ലാൻഡ് ലോഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇറ്റ് എമംഗ് ദ ഫാമേഴ്സ്. നമുക്കറിയാം, ഭൂമി പിടിച്ചെടുത്ത് ലാൻഡ് ലോഡ്സിൻ്റെ കയ്യിൽ നിന്നും ഭൂമി പിടിച്ചെടുത്ത് സാധാരണ കർഷകർക്ക് നൽകി. Factories, banks, transportation facilities and foreign trade were brought under public ownership. Progress in the field of economics, science and technology. A new constitution came into force. പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി. റഷ്യൻ റെവല്യൂഷന് ശേഷം റഷ്യയിൽ പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി. നെക്സ്റ്റ് വൺ ചൈനീസ് റെവല്യൂഷൻ. Formation of the Union of Soviet Socialist Republic. Communists seized the agricultural land and villages from the landlords and distributed them among the farmers. End of the foreign powers. China became the People's Republic of China on 1 October 1949. Next question, compare the revolutions that took place in America, Europe and Asia and complete the table.
ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ, ദ റഷ്യൻ റെവല്യൂഷൻ ആൻഡ് ചൈനീസ് റെവല്യൂഷൻ, ഇതിൻ്റെയൊക്കെ പീരീഡും അതിൻ്റെ ലീഡേഴ്സും മേജർ എയിംസ്, അതിൻ്റെ എയിംസ് എന്തുകൊണ്ടാണ് ഈ റെവല്യൂഷൻസ് പൊട്ടിപ്പുറപ്പെട്ടതെന്നും അതിൻ്റെ ഐഡിയോളജീസും, ഓരോ വാറിനും അല്ലെങ്കിൽ ഓരോ റെവല്യൂഷനും ഓരോ ഐഡിയോളജി കാണും. ഐഡിയോളജീസും അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച തിങ്കേഴ്സും അതിൻ്റെ മേജർ ഇമ്പാക്റ്റ്, ഈ റെവല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു വാറിന് ശേഷം ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്, ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ് എന്ന ഒരു ടേബിളാണിത്. ഇത് നിങ്ങൾ കൃത്യമായി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇത് നിങ്ങൾ കൃത്യമായി ഇത് തന്നെ പഠിച്ചു വെക്കുക. ഇത്രയുമെങ്കിലും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ പോലും എഴുതാൻ പറ്റും. ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും മീൻസ് എല്ലാ വാഴ്സും റെവല്യൂഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടേബിളാണിത്. അപ്പോൾ നിങ്ങൾ കൃത്യമായി ഇതിൻ്റെ ലീഡേഴ്സ് ആരൊക്കെയാണ്, മേജർ എയിംസ് എന്തൊക്കെയാണ്, ഐഡിയോളജീസ് എന്തൊക്കെയാണ്, തിങ്കേഴ്സ് ആരൊക്കെയാണ്, ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്, പീരീഡ് ഏതാണ്, അപ്പോൾ കൃത്യമായി ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫോർമേഷൻ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. USA ഒരു ഫോർമേഷൻ്റെ ഒരു പ്രോഗ്രഷൻ പീരീഡാണിത്. ഒരു ഫ്ലോ ചാർട്ട് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആ ഒരു പ്രോസസ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1774 മുതൽ 1783 വരെയുള്ള ഒരു പീരീഡിൽ ഉണ്ടായിട്ടുള്ള ഇയർ വൈസ് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ കോർത്തിണക്കിയിട്ട് കൊണ്ടിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണിത്. ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എസ്സേ എഴുതാനാണെങ്കിലും ഫ്ലോ ചാർട്ട് എഴുതാനാണെങ്കിലും ഈവൻ ഒരു ഡേറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡേറ്റ് എഴുതാൻ വേണ്ടിയിട്ടാണെങ്കിലും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എഴുതാൻ വേണ്ടിയിട്ടാണെങ്കിലും കൃത്യമായി എഴുതാൻ പറ്റും. സോ ഓക്കെ, അപ്പോൾ ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ ദ ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ വിത്ത് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഉറപ്പായിട്ടും കുറേ റെവല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ, വാർ ഓഫ് ഇൻഡിപെൻഡൻസ് മുതൽ ചൈനീസ് റെവല്യൂഷൻ വരെ കുറേ റെവല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഈ റെവല്യൂഷൻസിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് ടാബുലേറ്റ് ചെയ്ത് എഴുതാൻ പറയും. അപ്പോൾ തീർച്ചയായും എല്ലാ വേഴ്സും നമ്മൾ അറിഞ്ഞിരിക്കണം, എല്ലാ റെവല്യൂഷനും അറിഞ്ഞിരിക്കണം, ഇയറും അതിൻ്റെ ഒറിജിൻ കോസസും അതുപോലെ തന്നെ അതിൻ്റെ തിങ്കേഴ്സും ലീഡേഴ്സും അതിൻ്റെ സ്ലോഗൻസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതുപോലെ തന്നെ ആഫ്റ്റർ എഫക്ട്സ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷനും ഫ്രഞ്ച് റെവല്യൂഷനും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായി ഇത് നിങ്ങൾ വായിച്ച് പഠിക്കുക. ഇത് മാത്രമല്ല, എല്ലാ റെവല്യൂഷനും അങ്ങനെ ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഏതെങ്കിലും രണ്ട് റെവല്യൂഷനെ തമ്മിൽ കമ്പയർ ചെയ്യാനോ എഴുതാനോ അല്ലെങ്കിൽ അതിൻ്റെ സിമിലാരിറ്റീസ് ടാബുലേറ്റ് ചെയ്യാനോ ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ എല്ലാ റെവല്യൂഷൻ്റെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് വൺ, ഫെബ്രുവരി റെവല്യൂഷനും ഒക്ടോബർ റെവല്യൂഷനും തമ്മിലുള്ളൊരു കമ്പാരിസനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കാര്യങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച് വെക്കുക. നിങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ലീഡേഴ്സ് ആരാണ്, ഇയർ ഏതാണ്, കോഴ്സസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എസ്സേ എഴുതാനും പറ്റും. ഇതുപോലെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എഴുതാനും പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസ്ട്രക്ട് എ ടൈം ലൈൻ ബേസ്ഡ് ഓൺ ദ ഇൻസിഡൻസ് റിലേറ്റഡ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടൈം ലൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1773 ബോസ്റ്റൺ ടീ പാർട്ടി, 1774 ഫിലാഡൽഫിയ കോൺഫറൻസ്, ദ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നാണ് അറിയപ്പെടുന്നത്, അത് ഓർത്ത് വെക്കുക. 1775 സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ആണ്. 1776 ഡിക്ലറേഷൻ ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ്. 1781 എൻഡഡ് ദ അമേരിക്കൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ. 1783 according to the Treaty of Paris, the Britain ratified American independence. Okay.